പണിക്കാരാ, ഇന്ന് എത്ര കുളക്കോഴികൾ പറന്നുപോയി? നിനക്കെന്തു പറ്റി? ഞാൻ ഇന്നൊരു പക്ഷിയെ കൊന്നു. അഭിനന്ദനങ്ങൾ, നീ ജയിച്ചിരിക്കുന്നു. ഇല്ല ചേട്ടാ, ഞാൻ തോറ്റു. പിന്നെ നീ എന്തിനീ തോക്ക് വാങ്ങി? വാൽമീകി വേടന്റെ വേഷം വിട്ടു എന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യം. എനിക്കൊന്ന് കുളിക്കണം. ഇരിക്കെ, ഒരു നല്ല വാർത്തയുണ്ട്. എന്റെ കല്യാണം ഒരു നിമിഷം കൊണ്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. പെണ്ണാരാണെന്ന് അറിയാമോ? നമ്മുടെ രജനി. അമ്മാവൻ ഇവിടെ വന്നിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തു. അവൾക്ക് എന്നോട് പ്രേമമാണത്രേ. ആ പെണ്ണിന്റെ മട്ടും ഭാവമൊക്കെ വെറും കുട്ടിക്കളിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. രജനി ചേട്ടന്റെ ആരാധികയാണ്. ഇനി നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. 2 വിവാഹവും ഒരുമിച്ച് നടത്താം. എന്താ? വേണ്ട ചേട്ടാ, ചേട്ടന്റെ വിവാഹം ആദ്യം നടക്കട്ടെ. ഞാൻ സന്ധ്യയ്ക്ക് വെറുതെ ഒരു ഫലിതം പറഞ്ഞു. വിവാഹം എനിക്കല്ല, നിനക്കാണ്. എനിക്കോ? അതെ, നീ രജനി വിവാഹം കഴിക്കും. നിന്റെ മനസ്സിലെ കവിത അവളാണെന്ന് എനിക്കറിയാം. മനസ്സിലെ കവിതയ്ക്ക് ഭാവമേ ഉള്ളൂ, രൂപമില്ല. നീ എന്നേക്കാൾ വലിയ കവിയാണ്. ഞാൻ കടലാസിൽ പകർത്തി പരസ്യപ്പെടുത്തുന്നു, നീ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. അതാണ് വ്യത്യാസം. നീയാണ് യഥാർത്ഥ കവി, ഞാൻ കച്ചവടക്കാരനാണ്. ചേട്ടന്റെ നാവ് എന്നോട് കള്ളം പറഞ്ഞാലും ആ കണ്ണുകൾ എന്നോട് കള്ളം പറയും. അജയ, ചേട്ടൻ കണ്ണാടിയിൽ നോക്കിയാൽ കാണുന്നത് എന്റെ മുഖമാണ്. രജനി ചേട്ടനെ സ്നേഹിക്കുന്നു. അപ്പൊ രജനി എന്റെ അമ്മയല്ലേ?